ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ഫ്രീ കിച്ചൺ റുട്ടീനാണ്. കിച്ചണിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മീൽ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ ആണ്. അത് ചെയ്താൽ തന്നെ നമുക്ക് മുക്കാൽ ഭാഗവും നമ്മുടെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കിച്ചണിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. മീൽ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനിൽ ഫസ്റ്റ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പ്ലാൻ യുവർ മീൽസ്. അതായത് 10-15 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്കുള്ള, അതായത് ഒരാഴ്ചത്തേക്കുള്ള എന്തൊക്കെ ഉണ്ടാക്കണം, ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, അതിനുള്ള പ്ലാനുകൾ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ സെക്കൻഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറി ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ എഴുതുക എന്തൊക്കെ നമ്മൾ കുക്ക് ചെയ്യാനുള്ളതെന്നുള്ള ഒരാഴ്ചത്തേക്കുള്ള എന്തൊക്കെ വേണം എന്നുള്ളതിനുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുക, മീറ്റൊക്കെ മാരിനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് മീൽ പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ തന്നെ നമ്മുടെ മുക്കാൽ ഭാഗവും പണി കുറഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് കിച്ചൺ ഓർഗനൈസേഷൻ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് സ്ട്രെസ് ഫ്രീ കിച്ചൺ റുട്ടീനിൽ. അതെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാത്ത സാധനങ്ങൾ, അടുക്കളയിലുള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ എടുത്തു വെക്കുക. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടൂൾസ് എല്ലാം അതാത് സ്ഥാനത്ത് നമ്മളൊരു സ്പെസിഫിക് പ്ലേസിൽ ഓരോന്നും നമ്മൾ കിച്ചൺ ടൂൾസ് ഒക്കെ, അതുപോലെ അത് ഇൻഗ്രീഡിയൻസ് അതെല്ലാം നമ്മൾ ഓരോന്നും അത് സ്പെസിഫിക് പ്ലേസിൽ നമ്മൾ അസൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ലാൻഡിങ് സ്ട്രിപ്സ് എന്ത് ചെയ്യുക, അതെല്ലാം സ്പെസിഫിക് ഏരിയയിൽ വെക്കുക, അല്ലെങ്കിൽ ട്രെയിൽ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ആൻഡ് ക്ലീനിങ്. അടുത്ത ഹെഡിങ് ആണ് കുക്കിംഗ് ആൻഡ് ക്ലീനിങ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രെസ് ഫ്രീ കിച്ചണിൽ. എന്ത് ചെയ്യുക, നമ്മൾ പാത്രങ്ങൾ അല്ലെങ്കിൽ പോട്ട്, പാൻസ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ആ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പം തന്നെ കഴുകാൻ നോക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാത്രങ്ങളൊന്നും കൂടി കിടക്കാതെ നമുക്ക് എളുപ്പമായിട്ട് തന്നെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മുടെ പാത്രം കഴുകും കഴിയും. അതുപോലെ തന്നെ 1 പോട്ട് അപ്രോച്ച്, അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോട്ടിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലീനപ്പിനുള്ള എളുപ്പമാണ്. കുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്ലീനപ്പ് ചുരുങ്ങി വരും. കാരണം നമ്മൾ കുറേ പാത്രങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ പാത്രങ്ങൾ വാരി വലിച്ചിട്ട് നമ്മൾ കഴുകാനും കുറേ ആവും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ഫോർ ദ നെക്സ്റ്റ് ഡേയിലേക്കുള്ള പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ അതിനു വേണ്ടിയുള്ള ഓരോ മീൽസൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ടൈം സേവിങ് ടിപ്സ് ആണ്. അതെന്താണ്, നമ്മൾ കുക്കറിൽ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സമയം കുറേ ലാഭിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഫുഡുകൾ, നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് ടെക്നിക്സ് ഒന്നും ഉപയോഗിക്കാതെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൽസൊക്കെ എന്താണ് അധികം വേസ്റ്റ് വരാത്ത രീതിയിൽ ഫുഡ് വേസ്റ്റ് കുറച്ചിട്ടുള്ള അങ്ങനെയുള്ള കുക്കിങ്ങുകൾ ചെയ്യുക. അതൊക്കെ നമുക്ക് ടൈം സേവിങ് ടിപ്പുകളായിട്ട് പറയുന്നതാണ്. പിന്നെ നമ്മൾ മൈൻഡ്ഫുൾ കുക്കിംഗ്, നമുക്ക് സമാധാനപരമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മ്യൂസിക്കൊക്കെ കേട്ടിട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് മൈൻഡ്ഫുൾ കുക്കിംഗ്, നമുക്ക് സമാധാനത്തോടെ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കൈക്കൊക്കെ റെസ്റ്റ് കിട്ടാനും, അതുപോലെ മീൽ പ്രിപ്പറേഷൻസ് സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്ക് നമ്മളൊന്ന് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുക. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെന്താണ്, നമുക്ക് നമ്മൾ ഷെയർ ചെയ്യുക, നമ്മൾ ചെയ്യുന്ന
ഫുഡുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീപ്പിൾസിനൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ നമുക്ക് നല്ല ഫുഡാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന ഫുഡുകളൊക്കെ ഒന്ന് നമുക്ക് അയൽവക്കത്തോ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഫുഡുകൾ കുക്ക് ചെയ്യാനും അതുപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ പാത്രങ്ങളൊക്കെ വാരി വലിച്ചിടുകയും അതുപോലെ തന്നെ കുറേ പാത്രങ്ങൾ കഴുകാനാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഭാരമായിട്ട് തോന്നുന്ന കുക്കിങ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ തലേന്ന് ഇങ്ങനെ ഒരു കുറച്ച് ദിവസത്തേക്കുള്ള നമ്മൾ മീൽ പ്ലാൻ ചെയ്തിട്ട് അതുപോലെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് പൈസയും കുറേ ലാഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാലും മതി. അത് നമുക്ക് എടുത്ത് വെക്കാനും ഒക്കെ എളുപ്പമാണ്. നമ്മൾ കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. പിന്നെ നമുക്കങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറിയൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോന്ന് തരംതിരിച്ചെടുക്കാനും ഒക്കെ എളുപ്പമുള്ള കാര്യമാണ്. അതുപോലെ പാത്രങ്ങളൊക്കെ ആവശ്യമുള്ള മാത്രം യൂസ് ചെയ്യുക. കുക്കറിൽ മാക്സിമം നമ്മൾ കുക്കർ ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ വേസ്റ്റെല്ലാം അപ്പം തന്നെ കളയുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതുപോലെ പിറ്റേന്ന് ദിവസത്തേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. ജോലിക്കാരൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പ്രിപ്പറേഷനൊക്കെ തലേന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പം വളരെ ഈസിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാമല്ലോ, കട്ട് ചെയ്യുക. അതിൽ കുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കുക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുക്കിംഗ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മോട്ടിവേഷൻ സ്പീച്ചുകൾ കേട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് നല്ല റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്തിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് കിച്ചണിൽ സമയം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ബൈ ബൈ.